നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെങ്കിൽ നിങ്ങളുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൺവേർഷൻ പാർട്ട് എന്ന് പറയുന്നത്. ഈ കൺവേർഷനിൽ ഒരിക്കലും ചെയ്യാത്ത 3 മിസ്റ്റേക്സുകൾ ഏതൊക്കെയാണ്? ഞാൻ വർഗീസ് തരകൻ. ഇന്നത്തെ പുതിയ സബ്ജക്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് കൺവേർഷനാണ്. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് അഥവാ സർവീസ് കൃത്യമായ വാല്യൂ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവരിൽ നിന്ന് ആ വാല്യൂവിന് ഈക്വലായ പണം നിങ്ങളുടെ പോക്കറ്റിലേക്ക് എത്തും. ആ ഇൻകം നിങ്ങളുടെ പോക്കറ്റിലേക്ക് എത്തുന്ന ആ പ്രോസസ്സ്. ഈ പ്രോസസ്സിൽ ബഹുഭൂരിപക്ഷം ആളുകളും വരുത്തുന്ന പ്രധാനപ്പെട്ട 3 മിസ്റ്റേക്സുകൾ ഏതൊക്കെയാണ്? 1, ഒരുപാട് സംസാരിക്കുന്നു. നിങ്ങൾ ഒരു സെയിൽസ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇതൊരു റോങ് കൺസെപ്റ്റാണ്. ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് റിസർച്ചുകളും പഠനങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊന്ന് 10,000 ആളുകളുടെ ഇടയിൽ നടത്തിയ ഒരു സർവേ. ആ സർവേയിൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും കുറവ് സംസാരിക്കുന്ന സെയിൽസ്മാനാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 20,000 ആളുകളുടെ ഇടയിൽ നടത്തിയ മറ്റൊരു സർവേ. ഈ സർവേയിലും സെയിം റിസൾട്ട് തന്നെയാണ് വന്നത്. നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം സെയിൽസ് ചെയ്യുന്നവരും ചിന്തിക്കുന്നത് അവരാണ് കൂടുതൽ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ ഇത് മിസ്റ്റേക്കാണ്. ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് നിങ്ങളുടെ കസ്റ്റമറാണ്. നിങ്ങളുടെ കസ്റ്റമർ സംസാരിച്ച് അവരുടെ യഥാർത്ഥത്തിലുള്ള അവരുടെ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവരുടെ പ്രോബ്ലം അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. എന്നാൽ ഓവർ ക്വസ്റ്റ്യൻസിന്റെ ആവശ്യവുമില്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രോഡക്റ്റുമായി അവരുടെ പ്രോബ്ലത്തെ ലിങ്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ ലിസൺ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന് 80% നിങ്ങൾ ലിസൺ ചെയ്യുകയും 20% നിങ്ങൾ സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓഫറിംഗ് സൊല്യൂഷൻ ടു ഫാസ്റ്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ കസ്റ്റമറോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ പിച്ച് ചെയ്യും. യഥാർത്ഥത്തിൽ ഇത് വലിയ ഒരു മിസ്റ്റേക്കാണ്. കസ്റ്റമറിന്റെ യഥാർത്ഥത്തിൽ എന്ത് പ്രോബ്ലം ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലം എങ്ങനെയാണ് അവനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് പിച്ച് ചെയ്യാവൂ. നിങ്ങളുടെ പ്രോഡക്റ്റ് പിച്ച് ചെയ്ത് അവസാന സ്റ്റേജിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫർ പിച്ച് ചെയ്യാവൂ. എന്നാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ആദ്യം തന്നെ പോയി ഈ കമ്പനിയുടെ ഓഫർ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം തീർച്ചയായും നിങ്ങളൊരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഒരു എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് ഇപ്പോൾ ഇതിന് ഓഫർ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മെസ്സേജ് എന്താണ്? ഈ പ്രോഡക്റ്റിനെ കുറിച്ചോ ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ സംശയം തോന്നാറില്ലേ? അതുകൊണ്ട് കൃത്യമായി അവരുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള സൊല്യൂഷൻ അവർക്ക് ഓഫർ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ ആണ്. ഫോൾസ് പ്രോമിസ് കൊടുത്ത് കസ്റ്റമറെ ഒരു സെയിൽ ചെയ്യുന്നു. നിങ്ങളുടെ ചിന്ത ആ ഒരു കസ്റ്റമർ കൊണ്ട് നിങ്ങൾക്ക് ആ സെയിൽ കിട്ടി എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ സെയിൽ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ ആ കസ്റ്റമർ വഴി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ രീതിയിലുള്ള റെഫറൻസുകളും ആ കസ്റ്റമർ വഴി നിങ്ങൾക്ക് കിട്ടാവുന്ന അപ്രീസിയേഷൻസും എല്ലാം ആ ഒറ്റ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് വഴി നിങ്ങൾക്ക് നഷ്ടമാവും എന്നുള്ളതാണ്. നമ്മൾ പൊന്മുട്ട ഇടുന്ന താറാവിന്റെ കഥ പഠിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ആ താറാവ് നമുക്ക് പൊന്മുട്ട തരുന്നു. അതുകൊണ്ട് ആ താറാവിനെ കൊന്നാല് എല്ലാ മുട്ടയും നമുക്ക് ഒരു ദിവസം കിട്ടും എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതുപോലെയാണ് നമ്മൾ കള്ളം പറഞ്ഞ് നമുക്ക് സെയിൽ കിട്ടുമെന്നുള്ള ചിന്ത വന്നാൽ തീർച്ചയായും ഇത് പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലുന്നതിന് സമമാണ്. അതുവഴി നമുക്ക് കിട്ടാവുന്ന ഒരു വലിയ ബെനിഫിറ്റ് നമുക്ക് ഇല്ലാതെ പോകും എന്നുള്ളതാണ്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കാർ സർവീസിന്റെ കമ്പനിയിൽ തന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു ഫ്രീ സർവീസ് ആണ് സാർ, ഈ 31-ാം തീയതി വരെ ഉള്ളൂ. തീർച്ചയായും സാറിന് നല്ല ആനുകൂല്യമാണ് കിട്ടുന്നത്. സാർ ഫ്രീ ആയിട്ട് ആ കാർ കൊണ്ടുവന്ന് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഓക്കെ പറഞ്ഞു. ഞാൻ ആ കാർ സർവീസിന് കൊടുത്തു. സർവീസ് സെന്ററിൽ ചെന്നപ്പോൾ അവരെ തിരിച്ചു വിളിക്കുന്നു, ഇത് ഫ്രീ ഇല്ല സാർ, അതിൽ 10% മാത്രമേ ഫ്രീ, ബാക്കി എല്ലാ പേയ്മെന്റും നിങ്ങൾ അടയ്ക്കണമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ വിളിച്ച എക്സിക്യൂട്ടീവ് എന്നെ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ചെയ്ത് എന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് എൻ്റെ കാർ അവിടെ എത്തിച്ചത്.
അതുകൊണ്ട് തന്നെ ഒരു ഇൻസൾട്ടേഷൻ എന്നെ ബാധിച്ചു. ഞാൻ ആ കാർ അവിടുന്ന് തിരിച്ചെടുത്തു എന്നുള്ളതാണ്. സർവീസ് ചെയ്യാതെ തന്നെ തിരിച്ചെടുപ്പിച്ചു എന്നുള്ളതാണ്. ഇതുപോലെയാണ് നിങ്ങൾ എപ്പോഴും ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത്, ഫോൾസ് മെസ്സേജ് കൊടുത്ത്, ഫോൾസ് പ്രോമിസ് കൊടുത്ത് ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്യുന്നുവെങ്കിൽ അത് പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കണം. സെയിൽസിൽ പ്രധാനപ്പെട്ട 3 മിസ്റ്റേക്സ്, കൺവേർഷനിൽ പ്രധാനപ്പെട്ട 3 മിസ്റ്റേക്സ് ഇതാണ്. 1, സെയിൽസ്മാൻ കൂടുതൽ സംസാരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യരുത്. 2, സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു. അത് ഒരിക്കലും അങ്ങനെയല്ല. അവരെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സൊല്യൂഷൻ കൊടുക്കാൻ പാടുള്ളൂ. അത് കുറച്ച് ടൈം എടുത്താൽ പോലും അവരെ പ്രോബ്ലം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ ഓഫർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. 3-മത്തേത് മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും ഫോൾസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ആ ബിസിനസ് കിട്ടിയില്ലെങ്കിൽ കൃത്യമായി അവരോട് പറയുക, സാറിന്റെ പ്രോബ്ലത്തിന് പറ്റിയ സൊല്യൂഷൻ അല്ല എൻ്റെ കയ്യിലുള്ളത്. അങ്ങനത്തെ ഒരു സൊല്യൂഷൻ എൻ്റെ കയ്യിൽ വരുമ്പോൾ, എൻ്റെ കമ്പനിയുടെ കയ്യിൽ വരുമ്പോൾ ഞാൻ തീർച്ചയായും സാറിനെ അപ്രോച്ച് ചെയ്തോളാം. ഇപ്പോൾ സാറ് ഇതിന് പറ്റുന്ന മറ്റൊരു ഓപ്ഷനിലേക്ക് നോക്കൂ എന്ന് പറയുമ്പം നിങ്ങളെക്കുറിച്ച് കൃത്യമായി അവർക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാകുകയും അതുവഴി നിങ്ങൾക്ക് ഒരു റെഫറൻസ് വാങ്ങിക്കാനും ഒരു റെഫറൽ ബിസിനസ്സിലൂടെ തന്നെ ഇദ്ദേഹം വഴി നഷ്ടമായ ബിസിനസ് നിങ്ങൾക്ക് അവിടെ ജനറേറ്റ് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. ഇത് തീർച്ചയായും നിങ്ങളുടെ കൺവേർഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ബിസിനസ്സിനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റുമ്പോൾ ഈ പ്രധാനപ്പെട്ട 3 മിസ്റ്റേക്സുകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.